പി വി അൻവർ MLA ഇറക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. മുബഷീർ, ഇപ്പോൾ പി വി അൻവർ MLA ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഇറക്കി വീണ്ടും പോലീസ് വാഹനത്തിൽ കയറ്റിയിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത് അഷ്കർ? വൈദ്യപരിശോധന പൂർത്തിയാക്കി ജീപ്പിൽ കയറ്റി അതുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ തോതിൽ ഒന്നും തള്ളും ഉണ്ടാവുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ പി വി അൻവറിനെ വാഹനത്തിലേക്ക് കയറ്റിയിട്ടുണ്ട്. ആശുപത്രിയിൽ നേരിയ സംഘർഷം, നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കൊടുക്കാവുന്നതാണ് എന്ന് തോന്നുന്നു. ആശുപത്രിയിൽ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധത്തെ പോലീസുകാർ ചെറിയ ബലപ്രയോഗത്തിലൂടെ നേരിട്ടിരിക്കുന്നു. ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പി വി അൻവർ MLA രാത്രിയിൽ തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. DMK പ്രവർത്തകർ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അവർ ചെറിയ രീതിയിൽ പ്രതിഷേധിച്ചു. ചെറിയ ഉന്നതങ്ങളും ഉണ്ടായി. ചെറിയ ബലപ്രയോഗം നടന്നിരിക്കുന്നു. മുബഷീർ, ഇപ്പോൾ ആൾക്കൂട്ടം അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. ഇപ്പോൾ MLAയുമായുള്ള വാഹനം പോകുന്നത് എങ്ങോട്ടാണ്? ജഡ്ജിയുടെ വസതിയിലേക്കാണല്ലേ? അരുൺകുമാർ, കോടതിപ്പടിയിലുള്ള ജഡ്ജിയുടെ വസതിയിലേക്കാണ്, മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്കാണ് ഇപ്പോൾ പി വി അൻവറിനെ കൊണ്ടുപോകുന്നത്. ആശുപത്രിയിൽ നിന്നും ഇറക്കിയ സമയത്ത് നേരിയ സംഘർഷാവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വാഹനത്തിനടുത്തും പ്രവർത്തകരുണ്ട്, നിരവധി ആളുകളുണ്ട്. വാഹനത്തിന് ചുറ്റും ചേർന്ന് നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ച, വാഹനത്തിന് ചുറ്റും ചേർന്ന് നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ച. ഇവിടുന്ന് ഏകദേശം 500 മീറ്റർ അകലെയാണ് കോടതിപ്പടിയിലുള്ള മജിസ്ട്രേറ്റിന്റെ വസതി സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ടേക്കാണ് പി വി അൻവറിനെ കൊണ്ടുപോകുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു പ്രതിഷേധ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അറസ്റ്റിന്റെ അവസാനഘട്ട നടപടിയിലേക്ക് പോലീസ് കടക്കുന്നു എന്നുള്ളതാണ്. റിമാൻഡ് നടപടിയിലേക്ക് തന്നെ പോലീസ് കടക്കുന്നു. വൈദ്യപരിശോധന ഇവിടെ നിന്നും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അരുൺകുമാർ, വഴിയിലുടനീളം നിരവധി ആളുകൾ കൂടി നിന്നുകൊണ്ട് രണ്ട് സാധ്യതകളാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. സാധാരണ രീതിയിൽ PDPP ആക്ട് പോലെയുള്ള വകുപ്പുകൾ ചുമത്തിയാൽ മുൻകൂർ ജാമ്യത്തിനൊക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഉണ്ടായി. ഇനി അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായി ജാമ്യം കിട്ടണമെങ്കിൽ അഭിഭാഷകൻ അവിടെ പോയി പറയണം. പക്ഷേ മാത്രവുമല്ല, താനൊരു നിയമസഭാ സാമാജികനാണ്. 17-ാം തീയതി നിയമസഭ കൂടാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ റിമാൻഡിന് അയക്കരുത് എന്നൊരാവശ്യം പി വി അൻവർ ഉന്നയിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല. കാര്യം മുബഷീറിനോട് തന്നെ പറഞ്ഞതനുസരിച്ച് പി വി അൻവർ MLA അറസ്റ്റ് വരിക്കും എന്നാണ്, ജയിലിൽ കഴിയും എന്നാണ്. എന്ന് പറഞ്ഞാൽ റിമാൻഡ് കാലാവധി താൻ പൂർത്തിയാക്കും, അതിനുശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി പിണറായി വിജയനെ ഞാൻ കാണിച്ചു കൊടുക്കാം എന്നാണ് പി വി അൻവർ വെല്ലുവിളിച്ചിരിക്കുന്നത്. 17-ാം തീയതി നിയമസഭാ സമ്മേളനം കൂടുമ്പോൾ പി വി അൻവർ MLA ഇല്ലെങ്കിൽ പോലും ഈ വനനിയമ ഭേദഗതിയിൽ പ്രതിപക്ഷം ജാഗ്രതയോടുകൂടി ഇരിക്കണമെന്ന മുന്നറിയിപ്പ് കൂടി നൽകുമ്പോൾ ജാമ്യത്തിനായി മജിസ്ട്രേറ്റിന് മുന്നിൽ താൻ അപേക്ഷിക്കില്ല എന്ന നിലപാടാണ് പി വി അൻവർ എടുത്തിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും അത്തരമൊരു നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ പി വി അൻവർ സ്വീകരിച്ചിട്ടുള്ളത്. അരുൺകുമാർ, അദ്ദേഹം നേരത്തെ തന്നെ പറയുന്നുണ്ട് കോടതിയിൽ സത്യം തെളിയിക്കുമെന്നുള്ളത്. കാരണം തനിക്കെതിരെ ഇത്രത്തോളം നാടകീയമാക്കി പോലീസ് അറസ്റ്റ് ചെയ്യേണ്ട ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. ഒരു ജനകീയ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ പ്രതിഷേധത്തിൽ പോലീസ് എന്തിനാണ് ഈ രാത്രി തന്നെ വന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലേക്ക് തന്നെ ഒരു ജനപ്രതിനിധി കൂടിയായി തന്നെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം? ഇതിനപ്പുറത്തുള്ള കേസുകളിൽ ഇവിടെയുള്ള പല മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ അകപ്പെട്ടിട്ടും അവർക്കെതിരെ ഒന്നും തന്നെ നടപടി സ്വീകരിക്കാൻ തയ്യാറാകാത്ത, കേസ് പോലും എടുക്കാൻ തയ്യാറാകാത്ത പോലീസ് തന്നെ ഈ വിധത്തിൽ അറസ്റ്റ് ചെയ്യാൻ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും പിണറായി ഉൾപ്പെടെയുള്ള മുതിർന്ന തലത്തിൽ നിൽക്കുന്ന ലീഡേഴ്സ് ആണെങ്കിലും ബാക്കിയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ തന്നെ അനുവാദത്തോടു കൂടി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ രാത്രിയിൽ പോലീസ് നടത്തിയ നീക്കം യഥാർത്ഥത്തിൽ പി വി അൻവറിന് കുറച്ചുകൂടി പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കി കൊടുക്കുകയാണോ? ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഈ അറസ്റ്റിൽ പി വി അൻവർ ഒറ്റയ്ക്കായിരിക്കില്ല എന്നാണ്. അതിന് നൽകുന്ന വ്യക്തമായ സൂചനയല്ലേ അഷ്കർ? അരുൺ, UDFന്റെ ഇല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ ഈ ഘട്ടത്തിൽ അൻവറിന് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം കൃത്യമായി അൻവറിൻ്റെ ഒരു പിന്തുണ ഇപ്പോൾ അൻവറിന് UDFന്റെ പിന്തുണ ലഭിച്ചിരിക്കുന്നു എന്ന് അൻവറിന്റെ പിന്തുണ ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ അൻവറുമായി പോലീസ് ഉദ്യോഗസ്ഥർ മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെ എത്തിയിരിക്കുന്നു. മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി അൻവറിനെ ഇവിടെ കോടതിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇവിടെ മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ എത്തിച്ചുകൊണ്ടാണ് പി വി അൻവറിനെ ഇനി ഹാജരാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പി വി അൻവറിൻ്റെ റിമാൻഡ് ചെയ്യുമോ അല്ലെങ്കിൽ ജാമ്യം ലഭിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരും. ഇപ്പോൾ പി വി അൻവർ
വാഹനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. പോലീസ് പറയുന്നതനുസരിച്ച് സബ് ജയിലിലേക്കായിരിക്കും, റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ സബ് ജയിലിലേക്കായിരിക്കും അൻവറിനെ പക്ഷേ നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കുന്ന സാഹചര്യത്തിൽ പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചതടക്കമുണ്ട്. അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ജാമ്യത്തിന് ശ്രമിക്കുമോ? ഇല്ല, ഇത് പിണറായിയുടെ ജാമ്യത്തിന് ശ്രമിക്കുമോ എന്ന് ചോദിക്കുമോ?